സോ നമ്മൾ ഈ സെക്ഷനിൽ നോക്കാൻ പോകുന്നത് വളരെ ചെറിയൊരു സെക്ഷനാണ്. ഡിഫറൻഷ്യൽ എന്താണ്, ടോട്ടൽ ഡിഫറൻഷ്യലിന്റെ ഇക്വേഷൻ എന്താണ്, ഒരു പ്രോബ്ലം. ഇത് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ പ്രോബ്ലം 15 മാർക്കിന്റെ എസ്സേക്കോ അല്ലെങ്കിൽ 4 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ്. സോ നമുക്ക് നോക്കാം എന്താണ് ടോട്ടൽ ഡിഫറൻഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഡിഫറൻഷ്യൽ ഓഫ് ഇസഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന സാധനം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡി ഇസഡ് എന്നാണ് അതിന്റെ നൊട്ടേഷൻ. അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഡി എക്സ് പ്ലസ് എഫ് വൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഡി വൈ എന്ന് വെച്ചാല് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന ഒരു പോയിന്റിലെ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുക, ചുമ്മാ ഒരു ഡി എക്സ് കൊടുക്കുക. ഇതിന്റെ വാല്യൂ നമുക്ക് അറിയത്തില്ല, ഡി എക്സ് എന്നാ കിട്ടാൽ മതി. പ്ലസ് ആ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് എടുക്കുക, ചുമ്മാ ഒരു ഡി വൈ കൊടുക്കുക. വളരെ സിമ്പിൾ ആണ്. ഒരു ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുക, എന്നിട്ട് ആ പോയിന്റിൽ ഇട്ട് കൊടുക്കുക, ഓക്കെ, ഡി എക്സ് കൊടുക്കുക. പ്ലസ് ആ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് എടുക്കുക, എക്സ് നോട്ടും വൈ നോട്ടും കൊടുക്കുക, എന്നിട്ട് എന്ത് കൊടുക്കുക, ഡി വൈ കൊടുക്കുക. ഇതാണ് ടോട്ടൽ ഡിഫറൻഷ്യൽ ഓഫ് ഇസഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. ഇതിനെ തന്നെ 3 വേരിയബിൾ ആയി കഴിഞ്ഞാൽ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് എഴുതി കഴിഞ്ഞാൽ എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ട് ഇൻറ്റു ഡി എക്സ്, എഫ് വൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ട് ഇൻറ്റു ഡി വൈ പ്ലസ് എഫ് ഇസഡ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ട് ഇൻറ്റു ഡി ഇസഡ്. അപ്പൊ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം പഠിക്കാനുണ്ട്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അപ്പൊ എന്താണ് പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ലെങ്ത് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് എ റെക്ടാംഗുലർ ബോക്സ് ആർ മെഷേർഡ് വിത്ത് ആൻ ഇറർ ഓഫ് അറ്റ്മോസ്റ്റ് 5%. യൂസ് എ ടോട്ടൽ ഡിഫറൻഷ്യൽ ടു എസ്റ്റിമേറ്റ് ദി മാക്സിമം പെർസെന്റേജ് ഇറർ ദാറ്റ് റിസൾട്ട്സ് ഇഫ് ദീസ് ക്വാണ്ടിറ്റീസ് ആർ യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ദി ഡയഗണൽ ഓഫ് ദി ബോക്സ്. ഓക്കെ, അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ചോദ്യം ഇതേപോലെ പഠിക്കുക, ഇതേപോലെ ചോദിക്കും, ഇതേപോലെ തന്നെ എക്സാമിന് എഴുതണം കേട്ടോ. അപ്പൊ നോക്കി, ആദ്യമേ നിങ്ങൾ ഡയഗണലിന്റെ ഇക്വേഷൻ എഴുതുക. നമുക്കറിയാം ഒരു റെക്ടാംഗിൾ ആണെങ്കിൽ ഡയഗണലിന്റെ ഇക്വേഷൻ സ്ക്വയർ റൂട്ട് ഓഫ് എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണെങ്കിൽ അങ്ങനെ. പ്ലസ് ഇവിടെ ഒരു ഹൈറ്റ് കൂടി ഉണ്ടെങ്കിൽ ആ ഇസഡ് സ്ക്വയറോട് കൂട്ടിയാൽ എന്തിന്റെ ഡയഗണലായി, റെക്ടാംഗുലാർ ബോക്സിന്റെ ഡയഗണലായി. ക്ലിയർ അല്ലേ? അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ആണ് നമ്മുടെ റെക്ടാംഗുലാർ ബോക്സിന്റെ ഡയഗണലിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സാധനത്തിന്റെ ടോട്ടൽ ഡിഫറൻഷ്യൽ ഉപയോഗിച്ച് പെർസെന്റേജ് എറർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ ഡിഫറൻഷ്യൽ ഓഫ് നമ്മളുടെ ഫംഗ്ഷൻ ആയ ഡയഗണൽ ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഡി, ക്യാപിറ്റൽ ഡി. അപ്പൊ അത് കണ്ടുപിടിക്കാൻ നമ്മൾക്ക് എന്ത് വേണം, ഈ പറയുന്ന എഫ് എക്സിന് പകരം എല്ലാം ഡി ആയിട്ട് മാറും. ഡി എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ട് ഡി എക്സ് പ്ലസ് ഡി വൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ട് ഡി വൈ പ്ലസ് ഡി ഇസഡ് ഓഫ് ഈ സാധനം വരും അല്ലെ. അപ്പൊ നമുക്ക് ആദ്യമേ ഡി എക്സ് കണ്ടുപിടിക്കാം. ആ എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ടിലല്ല, ഡി എക്സ് കണ്ടുപിടിക്കാം. അതായത് ഈ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കാം. അപ്പൊ റൂട്ട് ഓഫ് സം ഫംഗ്ഷൻ ആണ്. അപ്പൊ നമുക്ക് റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എടുത്ത് ആദ്യം ഇടാം. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് ആണ് അല്ലെ. അപ്പൊ റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് ഉപയോഗിച്ചുകൊണ്ട് 1/2 റൂട്ട് ഓഫ് അതിനകത്ത് കിടക്കുന്ന സാധനം അതുപോലെ അങ്ങ് എഴുതി വെച്ചു. ഇൻറ്റു ഇതിനകത്ത് കിടക്കുന്നതിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പൊ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x ആണ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ. വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 0, ഇസഡ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 0. അപ്പൊ ആര് മാത്രമേ കാണൂ, 2x മാത്രമേ കാണൂ. ഈ 2ഉം ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് ആൻസർ എക്സ് ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ആയിരിക്കും. നമുക്ക് ഇനി ഒരു സിമിലർലി ഇട്ടാൽ മതി. സിമിലർലി നമുക്ക് എന്ത് പറയാം, ഡി വൈ എന്ന് പറയുന്നത് വൈ ഡിവൈഡഡ് ബൈ എക്സ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ആയിരിക്കും. ഡി ഇസഡ് എന്ന് പറയുന്നത് ഇസഡ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ആയിരിക്കും. ഇനി നമ്മൾ ഡി ക്യാപിറ്റൽ ഡിയുടെ ഇക്വേഷൻ എഴുതാൻ പോവുകയാണ്. ഡി എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ട്. അപ്പൊ എന്ത് വരും, ഡി എക്സ് ഓഫ് എക്സ് വൈ ഇസഡ് ആണ് ഇത്. ആ എക്സിന് മേളിൽ എല്ലാ എക്സിനും വൈക്കും ഇസഡിനും എക്സ് നോട്ടും വൈ നോട്ടും ഇസഡ് നോട്ടും കൊടുത്താൽ ആ ഒരു സാധനമായി ഇൻറ്റു ഡി എക്സ് പ്ലസ് അടുത്ത ഇതിനകത്ത് വൈ നോട്ട് എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ട് കൊടുത്തിട്ട് ഡി വൈ കൊടുക്കുക പ്ലസ് ഇസഡിന്റെ സ്ഥാനത്തിൽ ഡി ഇസഡ് കൊടുക്കുക. ഇതാണ് നമ്മളുടെ ഡി ഡി എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്രയും കണ്ടുപിടിച്ചു, ടോട്ടൽ ഡിഫറൻസിൽ കണ്ടുപിടിച്ചു. വേണമെങ്കിൽ എക്സാമിന് ടോട്ടൽ ഡിഫറൻസിൽ കണ്ടുപിടിക്കാൻ മാത്രം ചോദിക്കുക 2 മാർക്കിന്. അപ്പൊ നമ്മൾ ഇത്രയും ചെയ്യണം. ആ ഒരു ഇക്വേഷൻ വെച്ച് അതേപോലെ എഴുതി. ഇനി പെർസെന്റേജ് എറർ ആണ് കണ്ടുപിടിക്കേണ്ടത്. പെർസെന്റേജ് എറർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് വേണ്ടത് ഡെൽറ്റ ഡി ബൈ ഡി നോട്ട് ഇൻറ്റു 100 ആണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ മുമ്പ് ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഡെൽറ്റ ഡി ബൈ ഡി നോട്ട് ഇൻറ്റു 100 കണ്ടുപിടിക്കുന്നതിന് പകരം ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഡി ക്യാപിറ്റൽ ഡി ഡിവൈഡഡ് ബൈ ഡി നോട്ട് ഇൻറ്റു 100 ആണ്. അത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആണ് കേട്ടോ.
നമ്മളപ്പോ അതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇനി അതിന് വേണ്ടിയിട്ട് അവർ ഒരു കാര്യം തന്നിട്ടുണ്ട്. നോക്കിയേ, അവരുടെ ലെങ്തും വിഡ്ത്തും ഹൈറ്റിന്റെയും മാക്സിമം എറർ എന്ന് പറയുന്നത് 5% ആണ്. മാക്സിമം പെർസെന്റേജ് എറർ എന്ന് പറയുന്നത് എത്രയാണ്? 5% ആണ്. അതായത് ഡെൽറ്റ എക്സ് ബൈ എക്സ് നോട്ട് ഇൻറ്റു 100 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. ആ 100 ഞാൻ ഇപ്പുറത്തോണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ എക്സ് ബൈ എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.05 എന്ന് കിട്ടും. എങ്ങനെയാ ഇത് കിട്ടിയത്? 5 ഡിവൈഡഡ് ബൈ 100 ചെയ്തപ്പോ. ക്ലിയർ അല്ലേ? ഡെൽറ്റ എക്സ് ബൈ എക്സ് നോട്ട് എന്ന് പറയുന്നത് ഇവിടെ 5% വേണ്ട, 5 എന്ന് മതി കേട്ടോ. അപ്പൊ അത് നമുക്ക് 5 കിട്ടി. ആ സാധനം ലെസ് ദാൻ ഈക്വൽ ടു 0.05 ആണ് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. അപ്പൊ അതായത് ഡെൽറ്റ എക്സ് ബൈ എക്സ് നോട്ട് ലെസ് ദാൻ ഈക്വൽ ടു 0.05 ആണ്. ഡെൽറ്റ വൈ ബൈ വൈ നോട്ട് ലെസ് ദാൻ ഈക്വൽ ടു 0.05 ആണ്. മോഡ് ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് നോട്ട് ലെസ് ദാൻ ഈക്വൽ ടു 0.05 ആണ്. ഇനി ഒരു കാര്യം കൂടി, ഇത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആരാണ്? dx by x naught ആണ്. മോഡ് dx by x naught ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.05 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ സാധനമാണ് കേട്ടോ. ഈ സാധനമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ സാധനം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് dx by x naught dy by y naught dz by z naught ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.05 എന്നാണ്. എനിവേ ഞാൻ അതിന് ആദ്യം dd by d naught കണ്ടുപിടിക്കാൻ പോവാണ്. d ക്യാപിറ്റൽ d by d naught. നോക്കി, ഡെൽറ്റ d by d naught അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു dd by d naught ആണ്. അതെന്ന് പറയുന്നത് ഈക്വൽ ടു എന്ത് വരും ഇവിടെ? ആദ്യമേ d naught ഉണ്ടല്ലോ, 1 ഡിവൈഡഡ് ബൈ d naught എന്ന് എഴുതി. ആരാടെ d naught എന്ന് പറഞ്ഞാല് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടോ? d എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ആണ്. അപ്പൊ d നോട്ട് എന്ന് പറഞ്ഞാൽ എക്സ് നോട്ടിന്റെ സ്ക്വയർ പ്ലസ് വൈ നോട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇസഡ് നോട്ടിന്റെ സ്ക്വയർ എന്ന് വരും അല്ലെ. അപ്പൊ നോക്കിയേ, ഈ ഡിനെ ഞാൻ എങ്ങനെ എഴുതുന്നത് അറിയാം? അപ്പൊ 1 ബൈ ഡി നോട്ട് ഇൻറ്റു ഡി ക്യാപിറ്റൽ ഡി എന്ന് എഴുതി. അപ്പൊ ഇത് ആദ്യം എഴുതും, പിന്നെ ഇത് എഴുതും. 1 ബൈ ഡി നോട്ട് എന്ന് പറയുമ്പോൾ 1 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഇൻറ്റു ഡി ക്യാപിറ്റൽ ഡി വേണമല്ലോ. അത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഡി ക്യാപിറ്റൽ ഡി ഇവിടെ കണ്ടുപിടിച്ചു. ഇതെല്ലാം എന്ത് ചെയ്യുന്നു? 1 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ എക്സ് നോട്ട് സ്ക്വയർ പ്ലസ് വൈ നോട്ട് സ്ക്വയർ പ്ലസ് ഇസഡ് നോട്ട് സ്ക്വയർ കോമൺ എടുക്കാൻ പോവുക. അപ്പൊ പിന്നെ ബാക്കിയുള്ള ഈ എക്സ് നോട്ട് ഡി എക്സ്, വൈ നോട്ട് ഡി വൈ, ഇസഡ് നോട്ട് ഡി ഇസഡ് ഇവരെ മാത്രം എഴുതിയാൽ മതി. അതായത് ഡിനോമിനേറ്റർ എല്ലാം സെയിം ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? കോമൺ എടുത്തു. 1 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് നോട്ട് സ്ക്വയർ പ്ലസ് വൈ നോട്ട് സ്ക്വയർ പ്ലസ് ഇസഡ് നോട്ട് സ്ക്വയറിനെ കോമൺ എടുത്തു. ഇൻറ്റു ബാക്കി ആരാ ഉള്ള? എക്സ് ഡി എക്സ് ആണ്. എക്സ് ഡി എക്സ് പ്ലസ് വൈ ഡി വൈ പ്ലസ് ഇസഡ് ഡി ഇസഡ് എന്ന് വരും അല്ലെ. എക്സ് ഡി എക്സ് പ്ലസ് വൈ ഡി വൈ പ്ലസ് ഇസഡ് ഡി ഇസഡ് എന്ന് വരും. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് കണ്ടോ, ഇവിടെ 1 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ഇതുണ്ട്, വീണ്ടും സ്ക്വയർ റൂട്ട് ഓഫ് ഇതുണ്ട്. റൂട്ട് ഇതിന് ഇൻറ്റു റൂട്ട് എന്ന് പറയുന്നത് ആ റൂട്ട് അങ്ങ് ക്യാൻസൽ ആവും. 1 ബൈ എക്സ് നോട്ട് സ്ക്വയർ പ്ലസ് വൈ നോട്ട് സ്ക്വയർ പ്ലസ് ഇസഡ് നോട്ട് സ്ക്വയർ ഇൻറ്റു, നോക്കിയേ ഇവിടെ എന്താ വരുന്നത്? ഇവിടെ എല്ലാം എക്സ് നോട്ട് ആണ്. എക്സ് നോട്ട് ഡി എക്സ് പ്ലസ് വൈ നോട്ട് ഡി വൈ പ്ലസ് ഇസഡ് നോട്ട് ഡി ഇസഡ്. ആ ഇക്വേഷൻ അതേപോലെ എഴുതി വെച്ചതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എക്സ് നോട്ട് ഡി എക്സ് പ്ലസ് വൈ നോട്ട് ഡി വൈ പ്ലസ് ഇസഡ് നോട്ട് ഡി ഇസഡ്. അപ്പൊ നമുക്ക് വേണ്ടത് നോക്കിക്കോളണേ, എക്സ് നോട്ട് ഡി എക്സ് ആണ് നമ്മുടെ ഉള്ളത്. പക്ഷെ നമ്മൾക്ക് ആര് വേണം? ഡി എക്സ് ബൈ എക്സ് നോട്ട് വേണം. ഡി എക്സ് ബൈ എക്സ് നോട്ട് വേണം. അപ്പൊ ഞാൻ ഇവിടുന്ന് എക്സ് നോട്ടിനെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഒരു എക്സ് നോട്ടിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണം അല്ലെ. ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന എക്സ് നോട്ടിനെ എനിക്ക് എന്ത് എഴുതാം? എക്സ് നോട്ട് ഇൻറ്റു എക്സ് നോട്ട് എന്താകും? എക്സ് നോട്ട് സ്ക്വയർ ആകും. അപ്പൊ താഴെ എക്സ് നോട്ട് വരാൻ വേണ്ടിയിട്ട് മുകളിൽ ഒരു എക്സ് നോട്ടിന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ എക്സ് നോട്ടിന്റെ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ബൈ എക്സ് നോട്ട്, അതേപോലെ വൈ നോട്ടിന്റെ സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ വൈ നോട്ട്, അതേപോലെ ഇസഡ് നോട്ടിന്റെ സ്ക്വയർ ഇൻറ്റു ഡി ഇസഡ് ബൈ ഇസഡ് നോട്ട് എന്ന് കിട്ടും. ഇനി നമുക്കറിയാം മോഡ് ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് നോട്ട് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.05 ആണ്. അപ്പൊ ഞാൻ മോഡ്ലെസ് കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്ന അറിയാവോ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇട്ടു. കാരണം മോഡ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഏത് നമ്പറിന്റെയും മോഡ് എടുത്തു കഴിഞ്ഞാൽ അതിനേക്കാൾ ചെറുതാണ് അല്ലെ. മോഡ് എടുത്തു കഴിഞ്ഞാൽ അതിനേക്കാൾ ചെറുതോ ഈക്വലോ ആണ്. സോ നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇട്ടിട്ട് അവിടെ വെറുതെ അങ്ങ് മോഡ് പിടിച്ചിട്ടു. ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുത്താൽ നമുക്ക് ചുമ്മാ മോഡ്ലെസ് കൊടുക്കാൻ പറ്റും. സോ നമ്മൾ മോഡ് കൊടുത്തിട്ട് ആ ഒരു വാല്യൂ എഴുതി അല്ലെ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? 1 ബൈ ഈ സാധനം അതുപോലെ എഴുതി ഇൻറ്റു എക്സ് നോട്ട് സ്ക്വയർ ഇൻറ്റു മോഡ് ഡി എക്സ് ബൈ ഡി എക്സ് നോട്ട് ലെസ് ദാൻ 0.05 ആണെന്ന് നമുക്കറിയാം. അപ്പൊ ആ 0.05 ഇവിടെ 3 എടുത്ത് ഇട്ട് കൊടുത്തു. മോഡ് ഡി വൈ ബൈ വൈ നോട്ട്, മോഡ് ഡി ഇസഡ് ബൈ ഇസഡ് നോട്ട് എല്ലാം അടുത്ത് ഇട്ട് കൊടുത്തു. നെക്സ്റ്റ് നമ്മൾ 0.05 കോമൺ എടുത്തു. 1 ഇൻറ്റു 0.05 ഇൻറ്റു 0.05 പോയി കഴിഞ്ഞാൽ എവനുണ്ട് എവനുണ്ട് എവനുണ്ട്. മേളിലും താഴെ ഒരേ ആളാണല്ലോ. അപ്പൊ ഇത് രണ്ടും എന്തായിപ്പോയി? ക്യാൻസൽ ആയിപ്പോയി. സോ ആൻസർ എന്ത് വന്നു? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.05 എന്ന് വന്നു. അതായത് ഡി ഡി ബൈ ഡി നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.05 ആണ്. അത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു
ഡെൽറ്റ ഡി ബൈ ഡി നോട്ട് ആണ് അല്ലെ. അപ്പൊ ഡെൽറ്റ ഡി ബൈ ഡി നോട്ട് ഇൻറ്റു 100 എന്ന് പറയുന്നത് എന്ത് വരും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇതേ ഇൻറ്റു 100, ദാറ്റ് ഈസ് 5% തന്നെ വരും. സോ മാക്സിമം പെർസെന്റേജ് എന്ന് പറയുന്നത് 5 തന്നെയായിട്ടാണ് ഇവിടെയും കിട്ടുന്നത്. ഇത്രയും ചെയ്ത് കാണിക്കണം. 4 മാർക്കിനും എസ്ഐക്കും ഒക്കെ ചോദിക്കുന്ന നല്ലൊരു ചോദ്യമാണ്. ഈ ചോദ്യം മാത്രമേ ഈ സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ഈ ചോദ്യം കൃത്യമായിട്ട് എഴുതി കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ.